അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം ലോകം വളരെ ആദരവോടെ കാണുന്ന മുഹറം 10 പവിത്രമായ ദിനത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സുപ്രധാനമാണ് ഈ ആശൂറ. കാരണം മുസ്ലിം ലോകത്തിന്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വിജയകരമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ദിനമാണ് മുഹറം 10 ദിനമെന്നുള്ളത് തത്സംബന്ധമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായ താൽപ്പര്യത്തോടെ ഇബാദത്തുകളെ കൊണ്ട് ധന്യരാവാൻ നമ്മളോട് നിർദ്ദേശിച്ച ദിവസവും കൂടിയാണ് മുഹറം 10 സുപ്രധാനമായ ദിവസം എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ സ്വാമ ആശൂറ ഫകഅന്നമ സ്വാമ സന. ഈ ആശൂറയുടെ ഈ പുണ്യദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്കുള്ള സന്തോഷ വാർത്തയാണ്. ആരെങ്കിലും നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഫകഅന്നമ സ്വാമ സന, ഒരു വർഷം നോമ്പ് നോറ്റതിൻ്റെ പുണ്യമാണ് അവർക്ക് കിട്ടാനുള്ളത് എന്ന് പറയുമ്പോൾ വലിയ പ്രാധാന്യത്തോടെ സുപ്രധാനമായ ദിവസമാണ് ഈ ആശൂറ ദിവസം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്നെയുമല്ല ഒമൻ തസദ്ദഖ ഫീ കാന സദഖത സന. അതുപോലെ തന്നെ ഒരാൾ ഈ വിശുദ്ധമായ രാത്രി, ഈ വിശുദ്ധമായ ഈ മുഹറം 10 ദിവസത്തിൽ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം അതുപോലെ സ്വതക്ക ചെയ്തതിൻ്റെ പുണ്യമുണ്ട് എന്നാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതിലൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ ഇങ്ങനെയുള്ള അമലുകൾ ചെയ്തുകൊണ്ട് മുൻഗാമികളായ ആളുകൾ ഇഷ്ടം പോലെ ആയുഷ്കാലം പോലെ ജീവിച്ച് 10ഉം 700ഉം 200ഉം 500ഉം ഒക്കെ വർഷം ജീവിച്ച ആളുകളുണ്ട്. 1000 കൊല്ലം ജീവിച്ചവരുണ്ട്. അവരൊക്കെ ഇബാദത്ത് ചെയ്തവരാണ്. നമ്മൾ 60ൻ്റെയും 70ൻ്റെയും ഇടയിൽ നമ്മുടെ സമയം കഴിയുകയാണ്. അവരോട് പിടിക്കാൻ മാത്രമുള്ള അമലുകൾ, ഇങ്ങനെയുള്ള പ്രതിഫലങ്ങളൊക്കെ നമുക്ക് ഓഫറുള്ളത് കൊണ്ടാണ് അവരോട് കടപിടിക്കാൻ നമുക്ക് സാധ്യമാകുന്നത്. അതുകൊണ്ട് ഇത്രമാത്രം പവിത്രമാണ് ഈ മുഹറം മാസത്തിൻ്റെ 10 ദിവസത്തിലെ നോമ്പ് എന്നുള്ളത് മഹാന്മാർ പഠിപ്പിച്ച് തന്നിരിക്കുകയാണ്. തന്നെയുമല്ല ബൈഹഖി റിപ്പോർട്ടിൽ അത് കാണാം, മൻ വസ്സഅലി യൗമ ആശൂറ വസ്സഅല്ലാഹു അലൈഹി ഫീ സനദി കുല്ലിഹ. അതേപോലെ തന്നെ കുടുംബത്തിലുമായി ബന്ധങ്ങളിലുമൊക്കെ വിശാലത ചെയ്യാൻ, സ്വന്തം കുടുംബത്തിൽ ഭക്ഷണം വിശാലത ചെയ്യാൻ, സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ അതൊരു വിശാലമായ സ്വഭാവത്തോടെ പെരുമാറാൻ, ഇതുപോലെ എല്ലാ വിഷയങ്ങളിലും ഒരു വിശാല മനസ്കത ഈ പുണ്യദിനത്തിൽ ആരെങ്കിലും അങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ, വിശാലത ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വർഷം മൊത്തം അവന് വിശാലമായി നൽകുന്നതാണ്, അവന് വിശാലത നൽകുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് വിശാലത ചെയ്യുന്നതായി ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഈ വിശുദ്ധമായ മുഹറം 10 നമുക്ക് ബന്ധപ്പെട്ട് കാണാൻ കഴിയും. എന്നാൽ ചില ആളുകൾ എന്താണ് ആശൂറ എന്നുള്ള പ്രയോഗം, ലിമസുമ്മിയൽ യൗമുൽ ആശിർ ആശൂറ, എന്തുകൊണ്ടാണ് ആശിറിന് ആശൂറ എന്ന് പേര് വെക്കാനുള്ള കാരണം? ഫീഹി പല പണ്ഡിതന്മാർ അത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഫഖീൽ അലി അന്നഹു ആഷിറുൽ മുഹറം, മുഹറമിൻ്റെ 10ാമത്തെ ദിവസമായതുകൊണ്ടാണ് ആശൂറ എന്ന് പറയാനുള്ള കാരണം. വഹാദ ളാഹിറുൻ, ഇത് വ്യക്തമാണ്. കാരണം 10 ദിവസമായതുകൊണ്ട് ആശൂറ എന്ന് പറയുന്നു. എന്നാൽ വഖീൽ അലി അന്ന അല്ലാഹ അക്റമ ഫീഹി അശറത മിനൽ അംബിയ, അമ്പിയാക്കളിൽ നിന്ന് പ്രമുഖന്മാരായ 10ഓളം വരുന്ന അമ്പിയാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൽ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. പല സംഭവങ്ങളും നമുക്ക് കാണാവുന്നതാണ്. ഓരോ പ്രവാചകന്മാരുടെ ചരിത്ര സംഭവങ്ങളിൽ മുഹറം 10 ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രധാനമായ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് നോമ്പിന് വലിയ പുണ്യമാണുള്ളത്. ഈ നോമ്പെന്ന് പറയുന്നത് എല്ലാവരും നോൽക്കുകയാണ്. അഥവാ അള്ളാഹുവിൻ്റെ പ്രാണികളും മൃഗങ്ങളടക്കം നോമ്പ് നോൽക്കുന്നുണ്ട് എന്ന് മഹാന്മാർ പറയുകയാണ്. വഹക്കൻ നാശരിയു ഫീ ഇലാഹിഹി മിൻ അഅജബി മാ വറദ ഫീ ആശൂറ. അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ആശൂറയുടെ ദിവസത്തിൽ നമ്മളൊക്കെ നോമ്പ് നോൽക്കുകയാണ്. നമ്മളൊക്കെ നോമ്പ് നോൽക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ നോമ്പ് നോൽക്കുന്ന പ്രാണികളുണ്ട്, അതുപോലെ തന്നെ മൃഗങ്ങളും മറ്റുമൊക്കെയുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. അദ്ദേഹം പറയുന്നത് അന്നഹു കാന യസൂമുൽ വഹൂശു വൽ ഹവാം, കാട്ടുമൃഗങ്ങളും അതുപോലെ തന്നെ പ്രാണികളും ഇവരൊക്കെ നോമ്പ് നോൽക്കുന്നുണ്ട് ഈ മുഹറം 10 ദിവസമെന്നാണ്. വഹുക്കിയൻ ഫതീ ബിൻ ശഹരിഖ് റഹിമഹുല്ലാഹ് അന്നഹു ഖാൽ കുൻതു അഖിൽ നംൽ ഖുബ്സ കുല്ല യൗമിൻ ഫലമ്മാ കാന യൗമു ആശൂറ ലം ദഅകുൽ. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിയാണ്, ജീവജാലങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയുണ്ട് ചില ആളുകൾ
ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, മറ്റുള്ള വസ്തു ജീവജാലങ്ങൾക്ക് വെള്ളം കൊണ്ട് വെക്കുന്ന ആളുകൾ, ഇങ്ങനെ ഈ സജീവമായി ജീവജാലങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള മഹാനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നു, ഞാനെന്നും ഈ പിന്നെ ഉറുമ്പുകൾക്ക് എപ്പോഴും റൊട്ടി കൊടുക്കാറുണ്ട്, ഹുബസ് കൊടുക്കാറുണ്ട്. ഓരോ ദിവസവും ഞാൻ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട്, ഉറുമ്പുകൾ തിന്നാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ മുഹറം 10 ദിവസവും ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ഫലമാക്കായോ മുഅശ്ശറ ലം തഅകുൽ, അന്ന് അവറ്റകളൊന്നും തിന്നില്ല. കാരണം മുഹറം 10 ദിവസമാണ്, അന്ന് നോമ്പിൻ്റെ ദിവസമാണ്. എല്ലാ ദിവസവും ആർത്തിയോടെ വന്ന് തിന്നുന്ന ഈ പ്രാണികളും ഉറുമ്പുകളൊന്നും അന്ന് വന്നില്ല, അന്നൊന്നും കഴിച്ചില്ല. എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവരും ഈ മാസത്തിൻ്റെ ഈ അശ്വറാൻ്റെ ദിവസത്തിന് വലിയ മഹത്വം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മുഹറം 10 മുഹറം പൊതുവത്സരമാണ്, മാസത്തിൻ്റെ പുതിയ വർഷമാണ്. അതുപോലെ തന്നെ ഈ മാസം എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ മാസമാണ്. പുണ്യം ചെയ്യാൻ ഏറ്റവും അധികം ഫലപ്രദമായി പുണ്യം കിട്ടുന്നതുമാണ്. അതുകൊണ്ടാണ് ഈ ദിവസം ആശ്വറ സുപ്രധാനമാണ് എന്ന് പറയാനുള്ള കാരണം, സുപ്രധാനമായ ദിവസമാകാനുള്ള കാരണം അള്ളാഹുലേക്ക് അടുക്കുവാനും അള്ളാഹുലേക്ക് തൗബ ചെയ്യുവാനും ദിക്റുകൾ ചൊല്ലി സർവശക്തനായ നാഥനിലേക്ക് അടുക്കുവാൻ നമുക്ക് പ്രയോജനപ്പെടുന്ന ദിവസമായി ഈ ദിവസം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ ബന്ധപ്പെട്ടവരോട് ഈ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.